വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻ എന്ന സബ്ജക്റ്റിലെ 4th മൊഡ്യൂളായ കോസ്റ്റ് അനാലിസിസ് ആണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് എടുക്കാം. ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് നമ്മുടെ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റിൻ്റെ കൺസെപ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദ ടേം കോസ്റ്റ് ഹാസ് ഡിഫറെൻറ്റ് മീനിങ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്താണ് ഡിഫറെൻറ്റ് ഫീൽഡിലിരിക്കുന്ന പീപ്പിളിന് കോസ്റ്റ് എന്ന ടേമിന് പല മീനിങ് ആണ്. ഇൻ കോമൺ യൂസേജ് ദ വേർഡ് കോസ്റ്റ് മീൻസ് പ്രൈസ്. നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ കോസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നതാണ് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ ഡിറ്റർമൈൻ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് കോസ്റ്റ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. പക്ഷേ അതേ ഒരു കോസ്റ്റ് എന്ന ടേമിനെ ഒരു അക്കൗണ്ടൻറ്റ് യൂസ് ചെയ്യുന്നത് വേറൊരു വ്യൂ പോയിന്റിലായിരിക്കും. അതുപോലെ തന്നെ ഒരു എക്കണോമിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ കോസ്റ്റ് എന്നതിന് പല ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിളിനുള്ളത്. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാട്ട് ഈസ് വേരിയബിൾ കോസ്റ്റ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഫിക്സഡ് കോസ്റ്റ് നോക്കാം. അതിൻ്റെ ടേം തന്നെയുണ്ട്, ദ കോസ്റ്റ് ഈസ് ഫിക്സ്ഡ്. Fixed costs are those costs which remain fixed irrespective of the quantity of output produced by a business firm. ഒരു ബിസിനസ് ഫേം എന്തോരം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു അതൊന്നും ബാധിക്കാണ്ട് അതൊന്നും എന്ത് ചെയ്യുന്നില്ല ഈ ഒരു കോസ്റ്റിന് ഡിറ്റർമൈൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റ് വിച്ച് ഇസ് ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണ് ആ ഒരു ബിസിനസ് ഫേം എന്തോരം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു അതിലൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ആ ഒരു കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും ആ ഒരു കോസ്റ്റിൽ ഒരു ചേഞ്ചും വരില്ല. അങ്ങനെയുള്ള കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. എന്താ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ദ കോസ്റ്റ് ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സാലറി ആൻഡ് വേജസ് ടു പെർമനൻറ്റ് സ്റ്റാഫ് എക്സെട്ര. നമുക്കറിയാം മെഷീൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് കോസ്റ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇതിൻ്റെ കോസ്റ്റ് ഒന്നും വേരി ചെയ്യുന്നില്ല. നമ്മുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും സെയിം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട പെർമനൻറ്റ് സ്റ്റാഫിന് കൊടുക്കേണ്ട സാലറി അല്ലെങ്കിൽ വേജസ് ഇതെല്ലാം എന്താണ് ഫിക്സഡ് ആണ്. ഇങ്ങനെയുള്ള കോസ്റ്റ് അത് വേരി ചെയ്യാത്ത അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് വേരിയബിൾ കോസ്റ്റ്? വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി ഓൾമോസ്റ്റ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്താണ്? അത് വേരി ചെയ്യും, അതിൽ എന്താ ചേഞ്ചസ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ വോളിയൂം പ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റിലും ഇൻക്രീസ് ഉണ്ടാവും, എന്നാൽ കുറയാണെങ്കിൽ അവിടെ വേരിയബിൾ കോസ്റ്റിൽ ഡിക്രീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ച് വരുന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ കോസ്റ്റ് വിച്ച് വേരി അക്കോർഡിംഗ് ടു ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ എന്താണ് ബിസിനസ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എന്നാൽ ഫിക്സഡ് കോസ്റ്റ് അത് ഒട്ടും ബാധിക്കാത്ത ഒന്നാണ്. അപ്പോൾ എന്താണ് വോളിയൂം പ്രൊഡക്ഷനായിട്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ഒന്നുള്ള കോസ്റ്റ് ആണെന്ത് വേരിയബിൾ കോസ്റ്റ് എന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മെറ്റീരിയൽ കുറയും പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും കുറയും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ദെൻ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് സച്ച് ആസ് ഇലക്ട്രിക് പവർ, ഫ്യൂവൽ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എന്ന് ഡിപ്പെൻഡ് അപ്പോൺ ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫ്യൂവലും ഇലക്ട്രിക് പവറും ലേബറും എല്ലാം കൂടുതൽ വേണം. അപ്പോൾ അതാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വാട്ട് ഈസ് വേരിയബിൾ കോസ്റ്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ഔട്ട്ലേ കോസ്റ്റ്. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കാം. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറൈസ് വെൻ ദർ ഈസ് ആൻ ഓൾട്ടർനേറ്റീവ്. എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളപ്പോഴേക്ക് എന്തുണ്ടാവണം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവുക. അറൈസ് വെൻ ദർ ആർ ഓൾട്ടർനേറ്റീവ്സ്. ഇഫ് എ ബിസിനസ് മാൻ ചൂസ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ഒരു ബിസിനസ് മാന് എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അയാൾ സെലക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹം ഹാസ് ടു ഫോർഗോ അനദർ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറച്ച് മണി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു ബിൽഡിംഗ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ബാങ്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അദ്ദേഹം എന്താണ് ആ ഒരു കാശ് വെച്ചിട്ട് ബിൽഡിംഗ് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും? ആ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അദ്ദേഹം ഫോർഗോട്ട് ചെയ്യണം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്താണ്? ഇഫ് എ ബിസിനസ് മാൻ ചൂസ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, അദ്ദേഹം ഒരു പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്തതിനാൽ യു ഹാവ് ടു ഫോർഗോ അനദർ ഓൾട്ടർനേറ്റീവ്സ്. ആ സെയിം സാധനം വെച്ച് വേറെ കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതെല്ലാം എന്ത് ചെയ്യണം? ഫോർഗോട്ട് ചെയ്യണം. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർഗോൺ. അപ്പോൾ ആ ഒരു ഫോർഗോൺ ചെയ്ത് അല്ലെങ്കിൽ മാറ്റി വെച്ച ആ ഒരു ഓൾട്ടർനേറ്റീവ്സിൻ്റെ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നത്. സോ ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ് ഔട്ട്ലേ കോസ്റ്റ്. എന്താണ് ഔട്ട്ലേ കോസ്റ്റ്? ഔട്ട്ലേ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ആക്ച്വലി ഇൻക്വേർഡ് ബൈ എ ബിസിനസ് ഫേം. നമ്മുടെ ബിസിനസ് ഫേമിന് വരുന്ന കോസ്റ്റാണ് നമ്മുടെ ഔട്ട്ലേ കോസ്റ്റ് എന്നത്.
ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കോസ്റ്റുകൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വർക്കേഴ്സിന് കൊടുക്കുന്ന സാലറി, വേജസ്, അതുപോലെ എന്താണ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കോസ്റ്റ് എന്താണ്, നമുക്കത് നമ്മുടെ ബിസിനസ് ഫേമിന് വരുന്ന കോസ്റ്റാണ്. ആൻഡ് ദീസ് കോസ്റ്റ് ആക്ച്വലി പെയ്ഡ് ബൈ ബിസിനസ് ഫേം, ദേ ആർ റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. അതുകൊണ്ട് എന്താണ്, ഈ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ബുക്ക് ഓഫ് അക്കൗണ്ടിൽ, ബിസിനസിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. പക്ഷേ എന്താണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ത് ചെയ്യില്ല, ദേ ആർ നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. എന്നാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയില്ല. പക്ഷേ ഔട്ട്ലേ കോസ്റ്റ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഇതാണ് ഇപ്പോൾ എന്തൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്താണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, ഔട്ട്ലേ കോസ്റ്റ്, 4 ടൈപ്പ് ഓഫ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്താണ് ഷോർട്ട് ടേം കോസ്റ്റ്, എന്താണ് ലോങ് ടേം കോസ്റ്റ് എന്താണെന്ന്. എക്കണോമിക്സ് ഡിസ്റ്റിങ്ക്വിഷ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഓൺ ദ ബേസിസ് ഓഫ് ടൈം. അപ്പോൾ എന്താണ്, ഈ ഷോർട്ട് ടേം കോസ്റ്റിനെയും ലോങ് ടേം കോസ്റ്റിനെയും എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്, ബേസ്ഡ് ഓൺ ടൈമിൻ്റെ ബേസിസ് വെച്ചാണ് എക്കണോമിസ്റ്റ് നമ്മുടെ കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുള്ളത്. Short run is a period so short that the existing plant and equipment cannot be increased to produce additional unit of output. ഷോർട്ട് റൺ ഇസ് എ പീരീഡ് സോ ഷോർട്ട്, എന്താണ് വളരെ ഷോർട്ട് ആയിട്ടുള്ള പീരീഡാണ് ഷോർട്ട് റൺ ടൈം പീരീഡ് എന്നത്. അതുകൊണ്ട് എന്നിട്ടില്ല, നമുക്ക് നിലവിലുള്ള പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഒരിക്കലും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല ടു പ്രൊഡ്യൂസ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഷോർട്ട് റണ്ണിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നിലവിലുള്ള പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. ലോങ് റൺ ഇസ് എ പീരീഡ് ലോങ് ഇനഫ് ടു മേക്ക് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. എന്നാൽ എന്താണ് ലോങ് റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് പീരീഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ നമുക്ക് കൂട്ടാൻ, നമുക്കത് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി നോക്കാം, ഷോർട്ട് റൺ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻക്ലൂഡ് ഇൻ ഷോർട്ട് റൺ. അപ്പോൾ എന്താണ്, നമ്മുടെ ഷോർട്ട് റണ്ണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റ്, നമുക്ക് ഷോർട്ട് റണ്ണിൽ വരുന്ന ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന കോസ്റ്റാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്നത്. ആൻഡ് വേരി വിത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്. അപ്പോൾ ആ ഷോർട്ട് റൺ കോസ്റ്റ് എന്ത് ചെയ്യും, അത് മാറും. വേരി വിത്ത് ദ കോസ്റ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്, നമ്മൾ എന്തോരം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ ഷോർട്ട് റൺ കോസ്റ്റ്. ഓൾ വേരിയബിൾ കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് ഷോർട്ട് ടേം കോസ്റ്റ്. എന്താണ്, എല്ലാ വേരിയബിൾ കോസ്റ്റ് നമ്മൾ എന്തായിട്ട് കാണുന്നത്, ദേ ആർ ട്രീറ്റഡ് ആസ് ഷോർട്ട് ടേം കോസ്റ്റ്. ക്ലിയർ ആയല്ലോ. ലോങ് റൺ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻക്യൂർഡ് ഫോർ ഇൻക്രീസിങ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. എന്താണ്, ലോങ് റൺ കോസ്റ്റ് എന്തിനു വേണ്ടിയാണ്, ഫോർ ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുള്ളത്, ലോങ് റൺ കോസ്റ്റ് നമ്മളുള്ളത്. ആൻഡ് പിന്നെന്താണ്, ദർ ഇസ് നോ ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. അതുപോലെ എന്തില്ല, നമ്മുടെ ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. ഇതാണ് ലോങ് റണ്ണും ഷോർട്ട് റണ്ണും കോസ്റ്റിനെ പറ്റിയുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നോക്കാം. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആർ കോൺട്രാക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് ടു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇല്ലായിരുന്നു, അവിടെ ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്ത് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ആർക്കൊക്കെ, എന്തിനു വേണ്ടിയാണ്, ടു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് എന്തൊക്കെയാണ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. നമ്മൾ ഇപ്പോൾ ഒരു ലാൻഡ് നമ്മൾ വാടകയ്ക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വാടക കൊടുക്കണം, അതുപോലെ ലേബറിന് കാശ് കൊടുക്കണം, ക്യാപിറ്റൽ. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മുടെ ഒരു ക്യാഷ് പേയ്മെൻറ്റ്, ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, വേജസ് ആൻഡ് സാലറി, ഇൻട്രസ്റ്റ് ആൻഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ റെൻറ്റ് പേ ചെയ്യുന്നു, വേജസ് പേ ചെയ്യുന്നു, സാലറി, അതുപോലെ എന്താണ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ഇവിടെയൊക്കെ എന്താണ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കോൺട്രാക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ്, അങ്ങനെ വരുന്ന കോസ്റ്റ്, അതാണെന്ത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നത്. ആൻഡ് ദേ ആർ റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. എന്ത് ചെയ്യും, നമ്മൾ അതിനെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, ദേ ആർ നോൺ കോൺട്രാക്ച്വൽ കോസ്റ്റ്. അതെന്താണ്, ഒരു നോൺ കോൺട്രാക്ച്വൽ കോസ്റ്റ് ആണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നത്. അതുപോലെ എന്തില്ല, അവിടെ ഒരു ക്യാഷ് പേയ്മെൻറ്റ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ സ്വന്തം ലാൻഡിൽ നമ്മൾ എന്താണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ അവിടെ റെൻറ്റ് ഉണ്ടാവും, എല്ലാ വീടും റെൻറ്റ് ഉണ്ടാവുമല്ലോ. പക്ഷേ റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ട, ആർക്കും പേ ചെയ്യേണ്ട. സ്വന്തം ലാൻഡ് ആയിട്ട് തന്നെ നമുക്ക് ആർക്കും പേ ചെയ്യേണ്ട. അത് സ്വന്തം ബിൽഡിംഗ് ആണെങ്കിലും അവിടെ എന്ത് ചെയ്യേണ്ട, ആർക്കും കാശ് കൊടുക്കണ്ട. ഓൺ ബിസിനസ്സിലാണ് നമ്മൾ സ്വന്തം ബിസിനസ്സാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ആർക്കും സാലറി കൊടുക്കണ്ട, വേറെ എംപ്ലോയീസ് ഒന്നുമില്ലെങ്കിൽ സാലറി കൊടുക്കണ്ട. അപ്പം അങ്ങനത്തെ ഉള്ള കോസ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ് ഇല്ലാത്ത കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നത്. അവരെന്തുണ്ട്, നമുക്ക് ഇതൊരു ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് കോസ്റ്റിൻ്റെ വേറൊരു ടേം ആണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്നത്. ഇതാണ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്താണ് പാസ്റ്റ് കോസ്റ്റ്, അതുപോലെ എന്താണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് പാസ്റ്റ് കോസ്റ്റ് നോക്കാം. എന്താണ് പാസ്റ്റ് കോസ്റ്റ്? പാസ്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓൾറെഡി ഇൻക്യൂർഡ് ബൈ എ ബിസിനസ് ഫേം ആൻഡ് റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ ബിസിനസ് ഓൾറെഡി ഇൻക്യൂർഡ് ആയിട്ടുള്ള കോസ്റ്റ്
അതുപോലെ തന്നെ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കോസ്റ്റാണ് പാസ്റ്റ് കോസ്റ്റ് എന്നത്. ഈ പാസ്റ്റ് കോസ്റ്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. ദേ ആർ എക്സ്പയർഡ് കോസ്റ്റ് ആൻഡ് അൺഎക്സ്പയർഡ് കോസ്റ്റ്. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെയാണ് എക്സ്പയർഡ് കോസ്റ്റ്. എന്താണ് എക്സ്പയർഡ് കോസ്റ്റ്? എക്സ്പയർഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ആർ ഓൾറെഡി ഡിറൈവ്ഡ് ബൈ ദ ഫേം. നമ്മുടെ ആ ഫേം അതിൻ്റെ ബെനിഫിറ്റ് നേരത്തെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞു ഫേമിന്. അങ്ങനത്തെ ഉള്ള കോസ്റ്റാണ് എക്സ്പയർഡ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, വേജസ് പേ ടു വർക്കേഴ്സ് ഫോർ ദ സർവീസ് ഓൾറെഡി റെൻഡഡ്. നമുക്ക് ആ വർക്കേഴ്സ് സർവീസ് കിട്ടിക്കഴിഞ്ഞു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അവർക്ക് സാലറി അല്ലെങ്കിൽ വേജസ് പ്രൊവൈഡ് ചെയ്യുള്ളെങ്കിൽ അങ്ങനത്തെ കോസ്റ്റ് എന്താണ്? എക്സ്പയർഡ് കോസ്റ്റ് ആണ്. അൺഎക്സ്പയർഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ആർ ക്യാരിഡ് ഫോർവേഡ് ടു ഫ്യൂച്ചർ പീരീഡ്. പക്ഷെ എന്താണ് അൺഎക്സ്പയർഡ് കോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എന്താണ് കോസ്റ്റ് കൊടുത്തതിന് പക്ഷേ ബെനിഫിറ്റ് എപ്പോൾ കിട്ടുള്ളൂ? ഫ്യൂച്ചർ പീരീഡിൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അങ്ങനത്തെ ഉള്ളതാണ് അൺഎക്സ്പയർഡ് കോസ്റ്റ്. അതിന് എക്സാമ്പിളാണ് റെൻറ്റ്, ടെലിഫോൺ ചാർജ്, സാലറി, വേജസ്. അതൊക്കെ നമ്മൾ എന്താണ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അവരുടെ വർക്ക് ചെയ്യണ മുമ്പ് നമ്മൾ അവർക്ക് നമ്മുടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അൺഎക്സ്പയർഡ് കോസ്റ്റ് എന്നത്. നെക്സ്റ്റ് ആണ് ഫ്യൂച്ചർ കോസ്റ്റ്. എന്താണ് ഫ്യൂച്ചർ കോസ്റ്റ്? ഫ്യൂച്ചർ കോസ്റ്റ് ആർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഇൻക്ലൂഡ് ഇൻ ഫ്യൂച്ചർ. നമ്മളൊരു എസ്റ്റിമേഷൻ വയ്ക്കണം, ഇന്ന കോസ്റ്റ് നമുക്ക് വരും ഫ്യൂച്ചറിൽ. അങ്ങനെയുള്ള എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്നത്. അതുപോലെ എന്ത് ചെയ്യേണ്ട, നമുക്ക് ഈ ഫ്യൂച്ചർ കോസ്റ്റ് നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ എന്താണ് പാസ്റ്റ് കോസ്റ്റ് നമ്മൾ എന്തിനാ നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കണം, എന്നാൽ ഫ്യൂച്ചർ കോസ്റ്റ് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രൈസ് ഡിസിഷൻ, കോസ്റ്റ് കൺട്രോൾ, ബിസിനസ് എക്സ്പാൻഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ, ഇങ്ങനെ ബിസിനസ് റിലേറ്റഡ് അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസിഷൻ എടുക്കണം നമ്മൾ ഈ ഫ്യൂച്ചർ കോസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പാസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കുകയില്ല. വിൽ ഓൾവേസ് ടേക്ക് ഡിസിഷൻ ബേസ് ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് എക്കണോമിക് കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് യൂസ് ഇൻ ദ അക്കൗണ്ടിങ് സെൻസ് ഇസ് കോൾഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. അപ്പോൾ എന്താണ് നമ്മൾ അക്കൗണ്ടിങ് സെൻസിൽ എടുക്കുന്ന കോസ്റ്റിന് വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്നത്. ആൻഡ് ഇൻക്ലൂഡ് ഓൺലി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ദാറ്റ് ഇൻവോൾവ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ എന്താ നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്തുമാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ, നമുക്ക് കയ്യിൽ കിട്ടിയ ആക്ച്വലായിട്ട് കിട്ടുന്ന ക്യാഷ് പേയ്മെൻറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മാത്രമേ അക്കൗണ്ടിങ് സെൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ദ അക്കൗണ്ടിങ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ബൈ ദ അക്കൗണ്ടൻസ്. അപ്പോൾ അക്കൗണ്ടൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കോസ്റ്റ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ബൈ ദ അക്കൗണ്ടൻസ്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്നത്. ഇനി എന്താണ് എക്കണോമിക് കോസ്റ്റ് നോക്കാം. The concept of cost used by the economist is called economic cost. അപ്പോൾ എക്കണോമിസ്റ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് നമ്മൾ എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദേ ഇൻക്ലൂഡ് ബോത്ത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എന്താണ് നമ്മുടെ എക്കണോമിക് കോസ്റ്റ് എന്തുണ്ട്, അതിൽ ബോത്ത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വരും, ഇംപ്ലിസിറ്റ് കോസ്റ്റും വരുന്നതാണ്. എക്കണോമിക് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഇസ് മച്ച് മോർ ബോർഡർ ദാൻ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റിനേക്കാളും ഒന്നുകൂടി വലുത് ബ്രോഡർ ആണ് എന്ത് നമ്മുടെ എക്കണോമിക് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് എന്നത്. ഇതാണ് എക്കണോമിക് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആൻഡ് ബുക്ക് കോസ്റ്റ്. എന്താണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്? ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആർ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് വിച്ച് റിക്വയർ കറണ്ട് ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണത്. അതുപോലെ എന്താണ് അതിനൊരു കറണ്ട് ക്യാഷ് പേയ്മെൻറ്റ് വേണം. കറണ്ട് ക്യാഷ് പേയ്മെൻറ്റ് തന്നെ ഇപ്പോൾ തന്നെ എമർജൻ്റ് ആയിട്ട് നമുക്കത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ദീസ് ആർ എക്സ്പെൻസ് ഓഫ് റൂട്ടീൻ നേച്ചർ സച്ച് ആസ് വേജസ്, സാലറി, റെൻറ്റ്, ഇൻട്രസ്റ്റ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് മാറ്റിക്കാൻ പറ്റാത്ത ചില കോസ്റ്റ് നമ്മൾ ഇപ്പോൾ തന്നെ അടച്ചെടുക്കേണ്ട കോസ്റ്റ് അല്ലെങ്കിൽ പേയ്മെൻ്റ് ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നത്. നമ്മുടെ വേജസ് പ്രൊവൈഡ് ചെയ്യുക, സാലറി, റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം എന്താണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റിന് എക്സാമ്പിളാണ്. ബുക്ക് കോസ്റ്റ് എന്താണ് അപ്പോൾ? ബുക്ക് കോസ്റ്റ് ആർ ഇംപ്ലിസിറ്റ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് റിക്വയർ കറണ്ട് ക്യാഷ് പേയ്മെൻറ്റ്. എന്താണ് ബുക്ക് കോസ്റ്റ് എന്ത് വേണ്ട, ഇപ്പോൾ ഒരു കറണ്ട് ക്യാഷ് പേയ്മെൻറ്റ് ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കോസ്റ്റാണ്, അങ്ങനത്തെ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള കോസ്റ്റാണ് എന്ത് ബുക്ക് കോസ്റ്റ് എന്നത്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന ടൈപ്പാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്, എന്നാൽ ബുക്ക് കോസ്റ്റ് എന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ സാലറി ഓഫ് ദ പ്രൊപ്പറേറ്റർ, നമ്മുടെ പ്രൊപ്പറേറ്ററിൻ്റെ സാലറി അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററിൻ്റെ ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്, സ്വന്തം ബിൽഡിങ്ങിലെ റെൻറ്റ്, ഇതെല്ലാം എന്താണ് ബുക്ക് കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആൻഡ് ബുക്ക് കോസ്റ്റ് എന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കോസ്റ്റാണ് ഇൻക്രിമെൻ്റൽ ആൻഡ് സങ്ക് കോസ്റ്റ്. ഒന്നാമത്തെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. എന്താണത്? ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഇസ് ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എ ചേഞ്ച് ഇൻ ദ ലെവൽ ഓർ നേച്ചർ ഓഫ് എ ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നത് എന്താണ് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് വരികയാണ്
ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് നേച്ചർ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റിയുടെ നേച്ചർ മാറുകയോ അല്ലെങ്കിൽ ലെവൽ മാറുന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇൻക്രീസ് വരികയാണ് ടോട്ടൽ കോസ്റ്റിൽ, അതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്താ. ഈ ചേഞ്ച് ഇൻ ബിസിനസ് ആക്ടിവിറ്റി എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഇൻ ദ ഫോം ഓഫ് ചേഞ്ച് ഇൻ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഓഫ് പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ആ ഒരു രൂപം തന്നെ ഒന്ന് മാറ്റിക്കളയാം, പുതിയൊരു മോഡൽ ഇറക്കാം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ടോട്ടൽ കോസ്റ്റ് ഒരു ഇൻക്രീസ് വരികയാണ്. എപ്പോഴും രൂപം മാറ്റുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ കൊണ്ടുവരുള്ളൂ. അതിൽ ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ്, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്താണ് എൻട്രി ഇൻ ടു എ ന്യൂ മാർക്കറ്റ്, ഒരു പുതിയ മാർക്കറ്റ് എൻട്രി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഇൻക്രീസ്, ടോട്ടൽ കോസ്റ്റ് ഒരു ഇൻക്രീസിന് വിളിക്കുന്ന പേരാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നത്. നെക്സ്റ്റ് ആണ് സങ്ക് കോസ്റ്റ്. എന്താ സങ്ക് കോസ്റ്റ് നോക്കാം. സങ്ക് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓൾറെഡി ഇൻക്ലൂഡ് ആസ് എ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഡിസിഷൻ. എന്താണ് സങ്ക് കോസ്റ്റ് എന്നത്? നമ്മുടെ ബിസിനസ് ഫോം നേരത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന കോസ്റ്റ്, ഒരു പാസ്റ്റ് ഡിസിഷൻ മൂലം നമുക്ക് വന്നിരിക്കുന്ന ഒരു കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്നത്. ആസ് ദർ ഓൾറെഡി ഇൻക്യൂർഡ് ദേ കനോട്ട് ബി ചേഞ്ച് ബൈ ഫ്യൂച്ചർ ഡിസിഷൻ. നേരത്തെ നമുക്ക് ആ കോസ്റ്റ് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ ഡിസിഷനിലൂടെ നമുക്ക് ആ ഒരു കോസ്റ്റ് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ നമുക്ക് ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്, നമ്മൾ ഫിക്സഡ് അസെറ്റ് പർച്ചേസ് ചെയ്തു, അതിൻ്റെ കോസ്റ്റ് മാറ്റാൻ പറ്റില്ല. ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റ്, അതെന്താണ് നമ്മളൊരു ഹ്യൂജ് എക്സ്പെൻഡിച്ചർ എന്താണ് നല്ലൊരു എമൗണ്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡ് ചെയ്തു, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത കോസ്റ്റുകളാണ്. ഇതൊക്കെ എക്സാമ്പിൾ ഓഫ് സങ്ക് കോസ്റ്റ് ആണ്. വൺസ് ദീസ് കോസ്റ്റ് ആർ ഇൻക്യൂർഡ് ദേ കനോട്ട് ബി ഓൾട്ടേർഡ് ബൈ ഫ്യൂച്ചർ ഡിസിഷൻ. നമ്മൾ ഒരു പ്രാവശ്യം ഈ കോസ്റ്റ് ഒന്ന് ഇൻക്യൂർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഫ്യൂച്ചർ ഡിസിഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മാറ്റാൻ സാധിക്കില്ല. അങ്ങനത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു കോസ്റ്റ്, നമ്മുടെ പാസ്റ്റ് ഡിസിഷൻ കാരണം നമ്മൾ കിട്ടുന്ന കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് അവോയ്ഡബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ കോസ്റ്റ്. ഒന്നാമത്തേണ് അവോയ്ഡബിൾ കോസ്റ്റ്. എന്താണ് അവോയ്ഡബിൾ കോസ്റ്റ്? അവോയ്ഡബിൾ കോസ്റ്റ് ആർ ഓൾസോ നോൺ ആസ് എസ്കേപ്പബിൾ കോസ്റ്റ്. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് ഫോമിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു കോസ്റ്റ് ഇൻക്വയർ ചെയ്യാൻ രക്ഷപ്പെടാൻ പറ്റുന്ന കോസ്റ്റാണ് അവോയ്ഡബിൾ കോസ്റ്റ് എന്നത്. ദിസ് ആർ കോസ്റ്റ് വിച്ച് ക്യാൻ ബി അവോയ്ഡഡ് ഓർ റെഡ്യൂസ്ഡ് ബൈ ബിസിനസ് ഫോം കട്ട് ഷോർട്ട് ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റി. നമ്മുടെ ബിസിനസ് ഫോം അത് ബിസിനസ് ആക്ടിവിറ്റി കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള കോസ്റ്റാണ് അവോയ്ഡബിൾ കോസ്റ്റ് എന്നത്. ഓൾ വേരിയബിൾ കോസ്റ്റ് ആർ അവോയ്ഡബിൾ കോസ്റ്റ്. എല്ലാ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അൺഅവോയ്ഡബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് കനോട്ട് ബി അവോയ്ഡഡ് ഇഫ് എ ബിസിനസ് ഫോം കട്ട് ഷോർട്ട് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. എന്താണ് അൺഅവോയ്ഡബിൾ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ് ഫോം ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്താൽ പോലും നമുക്ക് ആ കോസ്റ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റാത്ത കോസ്റ്റാണ് അൺഅവോയ്ഡബിൾ കോസ്റ്റ് എന്നത്. അപ്പോൾ എന്താണ് എല്ലാ ഫിക്സഡ് കോസ്റ്റും അൺഅവോയ്ഡബിൾ കോസ്റ്റാണ്, എന്നാൽ എല്ലാ അവോയ്ഡബിൾ കോസ്റ്റ് എന്താണ് വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് അവോയ്ഡബിളും അതുപോലെ തന്നെ അൺഅവോയ്ഡബിൾ കോസ്റ്റ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഒന്നാമത്തെയാണ് റിപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, എന്താ നോക്കാം. രണ്ടാമത്തെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അപ്പോൾ എന്താണ് റിപ്ലേസ്മെൻറ്റ് കോസ്റ്റ്? റിപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഇസ് എ കറൻറ്റ് കോസ്റ്റ് ഓഫ് റീപ്ലേസിങ് എക്സിസ്റ്റിംഗ് അസറ്റ്. നമ്മളുടെ നിലവിലുള്ള നമ്മുടെ ബിസിനസ് ഫോമിലുള്ള എക്സിസ്റ്റിംഗ് അസറ്റിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു കോസ്റ്റ്, ആ ഒരു കറണ്ട് കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്നത്. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഇസ് എ കോസ്റ്റ് അറ്റ് വിച്ച് ആൻ അസറ്റ് ഈസ് ഒറിജിനലി പർച്ചേസ്ഡ്. അപ്പോൾ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നത്. എന്നാൽ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അപ്പോൾ വരുന്ന ഒരു കോസ്റ്റ്, ഒരു കറണ്ട് കോസ്റ്റാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്നത്. ഇതാണ് എന്താണ് വാട്ട് ഈസ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് വാട്ട് ഈസ് ഷട്ട് ഡൗൺ കോസ്റ്റ്. എന്താണ് ഷട്ട് ഡൗൺ കോസ്റ്റ്? ഷട്ട് ഡൗൺ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ഇൻക്ലൂഡ് അറ്റ് ദ ടൈം ഓഫ് ടെമ്പററി സസ്പെൻഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ ടെമ്പററി സസ്പെൻഷൻ നിർത്തിവെപ്പൽ, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു ടെമ്പററി ആയിട്ട് നിർത്തുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റാണ് നമ്മൾ എന്താ പറയുക ഷട്ട് ഡൗൺ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഷട്ട് ഡൗൺ കോസ്റ്റ് ആർ ദ കോസ്റ്റ് incurred at the time of temporary suspension of production process. ക്ലിയർ ആയല്ലോ? നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് ഓഫ് കോസ്റ്റ്. നമുക്ക് ഒരു ബിസിനസ് ഫോമിൽ എങ്ങനെയൊക്കെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കാം. ഒന്നാമത്തെ പോയിന്റാണ് ഔട്ട്പുട്ട് ലെവൽ. എന്താണ് ഔട്ട്പുട്ട് ലെവൽ നോക്കാം. ടോട്ടൽ കോസ്റ്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് ഔട്ട്പുട്ട്. എന്താണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഔട്ട്പുട്ട് വെച്ച് നോക്കുമ്പോൾ അത് ഡയറക്ട്ലി വേരീസ് വെച്ചാൽ ഒരേപോലെ തന്നെ വേരി ചെയ്യും. The more output a firm produce, the higher will be its production cost and vice versa. അപ്പോൾ എന്താണ് നമ്മുടെ ഫേം കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും, അവിടെ ടോട്ടൽ കോസ്റ്റും
ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? അതും ഹയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റും അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതൊന്നാമത്തെയാണ് ഔട്ട്പുട്ട് ലെവൽ. അപ്പോൾ ഔട്ട്പുട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓൾസോ ഇൻക്രീസ്. ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ആണ് ഔട്ട്പുട്ട് ലെവൽ. നെക്സ്റ്റ് ആണ് പ്രൈസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് ദ പ്രൈസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. സെയിം പോലെ തന്നെ എന്താണ്, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യും? അതും ഇൻക്രീസ് ചെയ്യും. When there is an increase in any one or more of this factor price, the total cost increases. അപ്പോൾ ഈ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ടറിൻ്റെയോ ഒന്നിൽ കൂടുതൽ ഫാക്ടറിൻ്റെയോ പ്രൈസ് കൂടുകയാണെങ്കിൽ, ഫാക്ടർ പ്രൈസ് കൂടുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ കോസ്റ്റ് അവിടെ ഇൻക്രീസ് ആവും. അതാണ് രണ്ടാമത്തെ പോയിന്റ്, പ്രൈസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ രണ്ടിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഔട്ട്പുട്ട് ലെവൽ ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താൽ അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ കോസ്റ്റും അതുപോലെ തന്നെ ഇൻക്രീസ് ആകും. നെക്സ്റ്റ് ആണ് മൂന്നാമത്തെയാണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ടിവിറ്റി ഓഫ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മീൻസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എ യൂണിറ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ ടു ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ത് വെച്ചിട്ടുള്ളത്? നമ്മുടെ ഒരു ഫാക്ടർ, ആ ഫാക്ടർ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി എന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഓരോ ഫാക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് അവിടെ കുറയുക ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? ദേ ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ആണ്, നേരെ റിവേഴ്സ് ആണ്. പ്രൊഡക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഡിക്രീസ് ചെയ്യും. എന്നാൽ ഔട്ട്പുട്ട് ലെവലിൻ്റെ കേസിലും പ്രൈസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ കേസിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ കേസിൽ ദേ ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ. ലാസ്റ്റ് ഡിറ്റർമിനൻ്റ് ആണ് ടെക്നോളജി എന്നത്. അപ്പോൾ എന്താണ്? കോസ്റ്റ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. നമുക്കറിയാം എന്താണ്, ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ആവും. ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എനിക്ക് എന്തേ മാറും? ഇൻ ടേൺ വിൽ കോസ് എ റിഡക്ഷൻ ഇൻ കോസ്റ്റ്. നമ്മുടെ കോസ്റ്റ് റിഡക്ഷൻ സംഭവിക്കേണ്ടത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ടെക്നോളജി എന്താണ്, അതെന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ഇതൊക്കെ 4 ഡിറ്റർമിനൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. ദ റിലേഷൻ ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ്, കോസ്റ്റും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഫംഗ്ഷൻ എന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് പ്രൈസ് ഓഫ് ഇൻപുട്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ടിൻ്റെ പ്രൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ത് കാണിക്കുന്നു? ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പിനാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെയാണ്? ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് കോസ്റ്റ് ഫംഗ്ഷന് ഒരു ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? ടി സി ഈക്വൽ ടു എഫ് ഓഫ് ക്യൂ. ഇവിടെ ടി സി എന്താണ്? ടോട്ടൽ കോസ്റ്റും എഫ് എന്നത് ഫംഗ്ഷൻ ഓഫ് അല്ലെങ്കിൽ എന്താണ്, ഡിപ്പെൻഡ് ഓൺ. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എന്ന് പറയാം. ഫംഗ്ഷൻ ഓഫ് എന്തിൻ്റെ? ക്യൂ, ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട്. അതാണ് ടി സി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ എന്നത്. നെക്സ്റ്റ്, ദെൻ ദ ഗ്രേറ്റർ ദ ഔട്ട്പുട്ട് ഗ്രേറ്റർ വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ടോട്ടൽ കോസ്റ്റും കൂടും. എ ഫേം ഹാസ് 2 ടൈപ്പ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫേമിന് 2 ടൈപ്പ് ഓഫ് കോസ്റ്റ് ഫംഗ്ഷൻ ഉള്ളത്. ഒന്നാമത്താണ് ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ, രണ്ടാമത് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ഷോർട്ട് റൺ. ഇനി ഷോർട്ട് റണ്ണിൽ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ഷോർട്ട് റൺ എ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് ഈസ് പോസിബിൾ ഓൺലി ബൈ മേക്കിംഗ് ചേഞ്ച് ഇൻ ദ വേരിയബിൾ ഇൻപുട്ട് ലൈക്ക് റോ മെറ്റീരിയൽ, ലേബർ എക്സെട്ര. അപ്പോൾ എന്താണ്, ഷോർട്ട് റണ്ണിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ മാത്രമാണ്? നമ്മുടെ വേരിയബിൾ ഇൻപുട്ടായ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബർ ഇതിലൊക്കെ നമുക്ക് ചേഞ്ച് വരുത്തി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷോർട്ട് റണ്ണിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. ഇൻപുട്ട് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര ആർ ഫിക്സഡ് ഇൻ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സ്ഡ് അസറ്റ് ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ഷോർട്ട് റണ്ണിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ആവറേജ് കോസ്റ്റ്, അതുപോലെ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന്.
ഫസ്റ്റ് നോക്കുമ്പോൾ എന്താണ് ആവറേജ് കോസ്റ്റ് എന്നാണ്. ആവറേജ് കോസ്റ്റ് ഓർ ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഇപ്പോൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയും, അതുപോലെ നമ്മൾ എന്ത് വിളിക്കാതെ, അതുപോലെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ് ബൈ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ എന്താണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്. നമ്മൾ ടോട്ടൽ കോസ്റ്റിന് നമ്മൾ എന്തോരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ് എന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് മാർജിനൽ കോസ്റ്റ് എന്നത്, അല്ലെങ്കിൽ MC. എന്താണ് മാർജിനൽ കോസ്റ്റ്? Marginal cost is the increase in total cost as a result of an increase in output by 1 unit. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ടോട്ടൽ കോസ്റ്റിൽ ഇൻക്രീസ് വരികയാണ്. എങ്ങനെ? ആസ് റിസൾട്ട് ഓഫ് ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. നമ്മളുടെ ഔട്ട്പുട്ടിൽ നമ്മൾ ഒരു യൂണിറ്റ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്ത് ഇൻക്രീസ് വരുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ അവിടെ ഇൻക്രീസ് ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ഒരു ഇൻക്രീസ്ഡ് കോസ്റ്റ് ആണ് എന്ത്, മാർജിനൽ കോസ്റ്റ് എന്നത്. ഈ മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ നോക്കാം. എന്താണ് ഇക്വേഷൻ? MC ഈക്വൽ ടു delta TC by delta Q means change in TC by change in Q. അപ്പോൾ എന്താണ് ഡെൽറ്റ TC ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്, ഡെൽറ്റ Q ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. അതാണ് MC എന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്താണ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമം ഫോം എന്നത്. So what is optimum form? Optimum form is that form which fully utilize its scale of operation and produce optimum output with a minimum cost per unit of production. അപ്പോൾ ഒപ്റ്റിമം ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഫോം വിച്ച് ഫുള്ളി യൂട്ടിലൈസ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. അവരുടെ ആ ഒരു സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് അവർ ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമം ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും. പ്രൊഡ്യൂസ് ഒപ്റ്റിമം ഔട്ട്പുട്ട് വിത്ത് എ മിനിമം കോസ്റ്റ് പെർ യൂണിറ്റ്. എന്താണ് വളരെ കുറഞ്ഞ കോസ്റ്റിൽ അവർ ആ ഒരു ഔട്ട്പുട്ട് എത്തിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നോക്കും, പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെയുള്ള ഫോമിനാണ് ഒപ്റ്റിമം ഫോം അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, ഒപ്റ്റിമം ഫോം അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ എന്താണെന്ന്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ലോങ് റൺ. അപ്പോൾ ലോങ് റണ്ണിലെ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോങ് റൺ ഇസ് എ പീരീഡ് ലോങ് ഇനഫ് ടു വേരി ഓൾ ഇൻപുട്ട്. അപ്പോൾ എന്താണ് ലോങ് റൺ എന്നത്? നമുക്ക് എല്ലാ ഇൻപുട്ടിനെയും വേരി ചെയ്യാൻ, മാറ്റാൻ സാധിക്കുന്ന ഒരു പീരീഡാണ് ലോങ് റൺ. ഇൻ ദ ലോങ് റൺ ദർ ഇസ് നോ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഓൾ കോസ്റ്റ് ആർ വേരിയബിൾ ഒൺലി. ലോങ് റണ്ണിൽ ഒരു ഫിക്സഡ് കോസ്റ്റും ഇല്ല, എല്ലാ കോസ്റ്റും എന്താണ് വേരിയബിൾ ആണ്. This is because in the long run it is possible to increase the level of production by expanding the existing firm അല്ലെങ്കിൽ പ്ലാന്റ്. അപ്പോൾ എന്താണ് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? എന്തുകൊണ്ടാണ് എല്ലാ കോസ്റ്റും വേരിയബിൾ ആയത്? കാരണം ലോങ് റണ്ണിൽ നമ്മുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ബൈ എക്സ്പാൻഡിങ് ദ എക്സിസ്റ്റിംഗ് പ്ലാന്റ്. നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ലോങ് റണ്ണിൽ സാധിക്കും. The term plant here to be understood as consisting of capital equipment. ഇവിടെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും? ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മെഷീനറി ആയിരിക്കാം, ലാൻഡ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ ടേം പ്ലാന്റിലൂടെ അവർ പറയുന്നുണ്ട്. ഇൻ ദ ഷോർട്ട് റൺ എ ഫോം ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് എ ഗിവൺ പ്ലാന്റ്. എന്താണ് ഷോർട്ട് റണ്ണിലാണെങ്കിലും എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെഷീനറി, തന്നിരിക്കുന്ന ലാൻഡ്, തന്നിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് അതൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വെച്ച് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ വൈൽ ഇൻ ദ ലോങ് റൺ എ ഫേം ക്യാൻ മൂവ് ഫ്രം വൺ പ്ലാന്റ് ടു അനദർ. ലോങ് റണ്ണിലാണ് എന്താണ് ഫേമിന് ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക്, പുതിയൊരു ക്യാപിറ്റൽ എക്യുപ്മെൻറ്റിലേക്കോ പുതിയൊരു മെഷീനറിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ലാൻഡിലേക്കോ മൂവ് ചെയ്യാനുള്ള ടൈം ലോങ് റണ്ണിലുണ്ട്. It means that it can acquire a large plant if it want to increase output and a smaller plant if it want to reduce output. എന്താണ് ലോങ് റണ്ണിൽ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാർജർ പ്ലാന്റ് അക്യൂർ ചെയ്യാം, വാങ്ങിക്കാം. അല്ല നമുക്ക് കുറച്ച് ഔട്ട്പുട്ട് മാത്രമേ വേണ്ടുള്ളൂ, നമുക്ക് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്മോളർ പ്ലാന്റ് നമുക്ക് അക്യൂർ ചെയ്യാം. ഇതാണ് ലോങ് റണ്ണിൻ്റെ കേസുള്ള കാര്യങ്ങൾ. ഇനി എന്താണ്? As all costs are variable in the long run, the cost output relationship implies a relationship between long run average cost and total output. അപ്പോൾ എന്താണ് എല്ലാ കോസ്റ്റും നമുക്ക് എന്താണ് അവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ, അവിടെ എന്തല്ല ഫിക്സഡ് കോസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ലോങ് റണ്ണിൽ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്തിനൊറ്റോ കാണിക്കുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ദ ലോങ് റൺ ആവറേജ് കോസ്റ്റും അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. ദ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇൻ ദ ലോങ് റൺ ഈസ് സബ്ജക്ട് ടു ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് ഈ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്, ലോങ് റണ്ണിലെ കോസ്റ്റ് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് എന്തോടെ സബ്ജക്റ്റാണ്? ഇറ്റ് സബ്ജക്ട് ടു ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഒപ്റ്റിമം ഫോമിൻ്റെ മീനിങ്ങും അതിൻ്റെ സമ്മറി എല്ലാം.
അപ്പോൾ ഒപ്റ്റിമം ഫോം ഈസ് ദാറ്റ് ഫോം വിച്ച് ഫുള്ളി യൂട്ടിലൈസ് ഇറ്റ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ആൻഡ് പ്രൊഡ്യൂസ് ഒപ്റ്റിമം ഔട്ട്പുട്ട് വിത്ത് ദ മിനിമം കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഒപ്റ്റിമം ഫോം എന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമം ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക വിത്ത് മിനിമം കോസ്റ്റ്, വളരെ മിനിമം കോസ്റ്റിലൂടെ പെർ യൂണിറ്റ് പ്രൊഡക്ഷനിൽ മിനിമം കോസ്റ്റിലൂടെ നമ്മൾ ഒപ്റ്റിമം ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഒപ്റ്റിമം ഫോം എന്നത്. ആൻഡ് ദ ഫോം ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് സൈസ്, അപ്പോൾ എഫക്റ്റീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒപ്റ്റിമം ഫോമിൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ ഒപ്റ്റിമം ഫോം ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും എങ്ങനെ നോക്കാം. ഇൻ ഷോർട്ട് റൺ എ ഫോം വുഡ് ബിൽഡ് ദ സ്കെയിൽ ഓഫ് പ്ലാൻ ആൻഡ് ഓപ്പറേറ്റ് ഇറ്റ് അറ്റ് എ പോയിന്റ് വേർ ആവറേജ് കോസ്റ്റ് ഈസ് അറ്റ് മിനിമം. അപ്പോൾ എന്താണ്, ഷോർട്ട് റൺ ആണെങ്കിൽ അവരെന്ത് ചെയ്യുള്ളൂ, ബിൽഡ് ദ സ്കെയിൽ ഓഫ് പ്ലാന്റും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും എപ്പോൾ എന്തായിരിക്കും, വേർ ദ ആവറേജ് കോസ്റ്റ് ഇറ്റ് അറ്റ് മിനിമം. നമ്മുടെ ആവറേജ് കോസ്റ്റ് മിനിമം ആകുമ്പോഴായിരിക്കും ഈ സ്കെയിൽ ഓഫ് പ്ലാന്റ് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ ഒപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഫോർ ദ ഫോം. ഇതാണ് ഏറ്റവും ഒപ്റ്റിമം ലെവൽ നമ്മുടെ പ്രൊഡക്ഷൻ, നമ്മുടെ ഫോമിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റവും ഒപ്റ്റിമം ലെവലാണ് ഈ പറഞ്ഞിട്ടുള്ള ലെവൽ, ആവറേജ് കോസ്റ്റ് മിനിമം ആവുന്നത്. If the demand for the product increase from this least cost output, a firm cannot change the fixed input like ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര ഇൻ ദ ഷോർട്ട് റൺ. ഇപ്പോൾ ആ ഒരു ലീസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് തന്നെ നമ്മൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫേമിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവിടുത്തെ ഫിക്സഡ് ഇൻപുട്ട് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഷോർട്ട് റണ്ണിലാണെങ്കിൽ. ഇറ്റ് ഹാസ് ടു മൂവ് അലോങ് ദ സെയിം സ്കെയിൽ ഓഫ് പ്ലാൻ. അപ്പോൾ ഒരേപോലെ തന്നെ അവർക്ക് മൂവ് ചെയ്യേണ്ടി വരും. ദെർഫോർ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ബിഗൻ ടു റൈസ് ഡ്യൂ ടു ഡിസ്എക്കണോമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് റൈസ് ചെയ്യാൻ തുടങ്ങും, കാരണം ബിക്കോസ് ഓഫ് ഡിസ്എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ഇതാണ് ഇൻ ദ ഷോർട്ട് റണ്ണിൽ നമ്മുടെ ഒപ്റ്റിമം ഫേമിന് പറയാനുള്ളത്. നമ്മൾ പറയാൻ പോകുന്നതാണ് ദ കേസ് ഓഫ് ലോങ് റൺ. ഇൻ ദ ലോങ് റൺ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. എന്നാൽ നമുക്കറിയാം എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആയിരിക്കും, ഫിക്സഡ് ഉണ്ടാവില്ല. ദ ഫോം ക്യാൻ ബിൽഡ് ലാർജർ പ്ലാന്റ് സൈസ് ഓർ സ്മോളർ പ്ലാന്റ് ടു ഡീൽ വിത്ത് ദ ചേഞ്ച് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റിന് ഡിമാൻഡിൽ ചേഞ്ച് വന്ന പോലെ ഒന്നില്ലെങ്കിൽ ലാർജർ പ്ലാന്റ് പണിയാം, അല്ലെങ്കിൽ സ്മോളർ പ്ലാന്റ് സെറ്റ് ചെയ്യാം. ഇഫ് ദ സൈസ് ഓഫ് പ്ലാന്റ് ഇൻക്രീസ് ടു കോപ്പ് വിത്ത് ദ increased demand, the average cost per unit began to fall due to economic of scale such as increased specialization of labor, efficient utilization of productive equipments, etc. അപ്പോൾ എന്താണ്, നമ്മുടെ പ്ലാൻ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് അനുസരിച്ച് പ്ലാൻ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്ത് ചെയ്യും, അവിടെ വെച്ച് കുറയും, ഫോൾ ചെയ്യും. കാരണം ഡ്യൂ ടു ദ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ സച്ച് ആസ് എന്തൊക്കെയാണ്, ഇൻക്രീസ് സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ, അതുപോലെ തന്നെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് കൊണ്ട് ആവറേജ് കോസ്റ്റ് comes down. The average cost continues to decline as long as resources are effectively utilized. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ആവറേജ് കോസ്റ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ റിസോഴ്സ് നമ്മൾ എഫക്റ്റീവ് യൂസ് ചെയ്യുമ്പോൾ, യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് കുറയും. Then the point at which per unit cost is minimum is the optimal level of production. അപ്പോൾ എന്താണ്, ഏത് പോയിന്റിലാണോ നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് ഏറ്റവും കുറവ്, അതാണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്നത്. ദിസ് ഇസ് എ ഫോം ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് സൈസ് ഒപ്റ്റിമം ഫോം. അപ്പോൾ ലോങ് റണ്ണിൽ അപ്പോഴാണ് എന്ത് വരുന്നത്, ഒപ്റ്റിമം ഫോമിൽ വന്നിട്ടുള്ളത്. ഇതോടെ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ആവാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.